അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ ചെട്ടിനാട് ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ചെട്ടിനാട്ടിലെ എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാനാട് കാത്തിൻ്റെ മാത്രം കൂടിയും ഒക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് തിരിച്ച് റൂമിലൊക്കെ എത്തി. അപ്പോൾ ഇന്നൊരു ദിവസം കൂടി നമ്മൾ ആക്ച്വലി ഈ ഒരു ചെട്ടിനാട്ടിലുണ്ടാവും, കാരേക്കുടിയിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കാരേക്കുടി ടൗണിനടുത്ത് ഉള്ള കുറച്ചധികം കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ നല്ല കുറേയധികം ചെട്ടിനാട് ഫുഡൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. ഇപ്പം ഞാൻ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് രാവിലെ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് പുറത്തോട്ടിറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഹോട്ടലിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒരു 1000 വിൻഡോ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ ചെട്ടിയാർ വീടുണ്ട്. അത് ആക്ച്വലി നശിച്ച് കിടക്കുകയാണ്. അത് ഏകദേശം ഒരു 1000ഓളം ജനലുകളുള്ള ഒരു പഴയ ചെട്ടിയാന്മാരുടെ വീടായിരുന്നു. അപ്പോൾ ആ വീട് എക്സ്പ്ലോർ ചെയ്യണം. ഇവിടുത്തെ ഒരു ആൻറ്റിക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ കുറച്ച് നല്ല ചെട്ടിനാട് ഫുഡ് നമുക്ക് ട്രൈ ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലുള്ളത്. ഈ ഒരു കാരേക്കുടി ഏരിയയിലുള്ള കുറച്ചധികം കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി ആ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലൊരു റോഡുണ്ട്. ആ റോഡ് വഴി വരുമ്പം തന്നെ നമുക്കിത് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. ഈ കാണുന്നതൊരു വീടാണ് കേട്ടോ. ഏതാണ്ട് 2-3 നിലയിലായിട്ടുള്ള 1000 വിൻഡോ ഹൗസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നോക്കിക്കേ, ഒരു വീടാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി 100 ജനലുകളുണ്ട് എന്നാണ് അവർ പറയുന്നത്. നോക്കിക്കേ, എൻ്റെ മോനെ, നോക്കാനും കാണാനും ഒന്നും ആരുമില്ലാണ്ട് ആകെ നശിച്ച് നാറാണക്കല്ലും ആവി കിടക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം. ഇത് കണ്ടില്ലേ? ഓ പൊളി. അപ്പോൾ ഈ കാണുന്നതാണ് 1000 വിൻഡോ ഹോം എന്നറിയപ്പെടുന്ന സംഭവം. കാരേക്കുടി ടൗണിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിൽ. ഇവിടെ ആരോ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അയ്യോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നിന്നുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. 1941 സ്ഥാപിതമായി എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടിരിക്കുന്നത്. കണ്ടില്ലേ, 1000 വിൻഡോ ഹോം. ഞാനിപ്പോൾ ഈ ഒരു ടൗണിൻ്റെ സംഭവത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഉണ്ട് ബേക്കറി ഡെസോർട്ടാന്ന് പറഞ്ഞൊരു സംഭവം കണ്ടു. അത് ഈ ഒരു കാരേക്കുടി ഏരിയയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ്. 1962 ആരംഭിച്ച ഒരു ഹോട്ടലാണ് കേട്ടോ. ബേക്കറി. ഇവിടെ പേസ്ട്രീസും സ്വീറ്റ്സും ബിസ്ട്രോയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ കുറേ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതാണ് ഒരു കാരേക്കുടി മെയിൻ ജംഗ്ഷൻ. നമ്മളിനിപ്പം പോകുന്നത് ആൻറ്റീക്ക് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ ഈ ഒരു റോഡിലൂടെ നടന്നിങ്ങനെ അങ്ങോട്ട് വേണം ആൻറ്റീക്ക് മാർക്കറ്റിലേക്ക് പോകാൻ. അപ്പോൾ പണ്ട് കാലത്തെ ചെട്ടിയാന്മാരുടെ കൈകളിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കുറേയധികം ഷോപ്പുകളിൽ വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുകയാണ് അടുത്ത ലക്ഷ്യം. നടക്കട്ടെ. അപ്പോൾ ഈ ഒരു ആൻറ്റീക്ക് മാർക്കറ്റിലോട്ട് പോകുന്ന ആ ഒരു സൈഡിൽ തന്നെ നമുക്കിവിടെ ഒരു വലിയൊരു ടെമ്പിളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ചെറിയൊരു ടെമ്പിൾ കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം കുറേ ഗോപുരങ്ങളൊക്കെയുള്ള ഈ ഒരു എന്താ പറയുക, കാരേക്കുടിയിലുള്ള ഒരു ടെമ്പിളാണ് ആ ഒരു സംഭവം. അവരുടെ ഒരു ചെറിയ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു പാർക്കിങ്ങിലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് പോയിട്ട് ആ ഒരു ആൻറ്റീക്ക് മാർക്കറ്റ് ഏരിയയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച. കുറേ ഗോപുരങ്ങളൊക്കെ ഉള്ളൊരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ പേര് അരുൾമിகு കൊപ്പദയ്യ നായകി അമ്മൻ ടെമ്പിൾ എന്നാണ്. കാരേക്കുടിയിലുള്ളൊരു മെയിൻ ടെമ്പിളാണ് കേട്ടോ. നല്ല രീതിയിൽ ഉത്സവങ്ങളൊക്കെ നടക്കുന്നതാണെന്നാണ് ഈ ഒരു ഏരിയയിൽ ചോദിച്ചപ്പോഴത്തേക്ക് അറിഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പുറത്തോട്ട് പോകട്ടെ. അപ്പോൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കുറേയധികം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഈ ഒരു ആൻറ്റീക്ക് ഐറ്റംസ് വിൽക്കുന്ന കടകളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? 2 സൈഡിൽ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലേതാണ്. ആക്ച്വലി 24-ാം തീയതിയാണ്, ഡിസംബർ 24-ാം തീയതി ചൊവ്വാഴ്ച. അപ്പോൾ അത്യാവശ്യം മാർക്കറ്റ് ഓണാണ്. കുറേ സാധനങ്ങളൊക്കെ വിൽക്കാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരും മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴികളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കൊക്കെ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഫുള്ള് ചെട്ടിയാന്മാരുടെ വീടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. ചുമ്മാ കെട്ടിയിടുക, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക. ഇതിൻ്റെ പരിപാടി ഇത് കണ്ടില്ലേ? ഇതൊരു മാൻഷനായിരുന്നു. ഇപ്പോൾ ഇത് ഒന്നുമില്ല, എല്ലാം ഇടിച്ച് പൊളിഞ്ഞ് നശിച്ച് നാറാണക്കല്ലും ആയി കിടക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചെട്ടിനാടിൽ നല്ല ഒത്തൻറ്റിക് ഫുഡ് കിട്ടുന്ന ശ്രീ പ്രിയ മെസ്സിലാണ്. അപ്പോൾ എനിക്കൊന്ന് ഇവർക്ക് ഇവിടെ ഒരു 1-2 ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ കാരേക്കുടി ടൗണിനടുത്തുള്ള ഒരു പ്രിയ മെസ്സിലാണ് വന്നിട്ടുള്ളത്. ഒത്തൻറ്റിക് ചെട്ടിനാട് ഫുഡും മീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടും കേട്ടോ. അതിൻ്റെ ചെറിയൊരു ഗള്ളിയിലോട്ട് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഓപ്പോസിറ്റും കുറേ ചെട്ടിയന്മാരുടെ വീടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഏറ്റവും കുഞ്ഞു കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മെസ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് നല്ല കിട്ടിലും ചെട്ടിനാട് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റും. മട്ടൺ, ചിക്കൻ, ഫിഷ്,
അതിൻ്റെയൊക്കെ പല വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിപ്പിക്കൽ ചെട്ടിനാട് ഫുഡ് കിട്ടുന്നൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 12:15 ആകുമ്പോഴത്തേക്ക് ഇത് ഓപ്പൺ ആവത്തുള്ളൂ. കറൻ്റ് 11:45 ഉള്ളൂ വെയിറ്റിംഗ്. അതേ പ്രിയ മെസ്സിനകത്ത് നമ്മളൊരു കാഴ്ചയാണ് കണ്ടോ. അതേ നമ്മുടെ മനോരമ ട്രാവലറിലൊക്കെ ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പോൾ അതേ നമ്മൾ ചെട്ടിനാട് ചിക്കൻ കഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ. മട്ടൻ ചുക്കയും ചിക്കൻ പെപ്പർ ചിക്കനും കൂടെ മേടിച്ചിട്ടുണ്ട്. അതേ ഇവിടെ ഒരുപാട് ആൾക്കാർ ഓൾറെഡി നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. പല പല ഫുഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനൊക്കെയുള്ള സംഭവത്തിൽ കിട്ടും. ഊണിന് 140 രൂപ. പിന്നെ ഇതിന് ഓരോന്നിനും ഓരോരോ ഡിഫറൻറ്റ് പ്രൈസാണ് കേട്ടോ. അവരുടെ തന്നെ കുപ്പി വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള ഫുഡ് അങ്ങനെ ഒരു കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളതിനനുസരിച്ച് അങ്ങ് കഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെട്ടിനാടിലെ കാഴ്ചകൾ. ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്ന് കിടന്നുറങ്ങി വൈകുന്നേരം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് രാത്രിയിലെ ട്രെയിനും പിടിച്ച് ഞാൻ നേരെ തിരിച്ച് നാട്ടിലെത്തി. അപ്പോൾ നിങ്ങളുടെ അടുത്ത തമിഴ്നാട് യാത്രയിൽ തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നൊരു കിടിലൻ സ്പോട്ട് തന്നെയാണ് ചെട്ടിനാട്. ചെട്ടിനാട്ടിൽ വന്ന് താമസിച്ച് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നില്ല. അത്രയ്ക്ക് താമസിക്കണം എന്ന് നിർബന്ധമുള്ളവരാണെങ്കിൽ ചെട്ടിനാട്ടിൽ ഏതെങ്കിലും ഒരു മാൻഷൻസിൽ പാക്കേജ് എടുത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരൈ ട്രിപ്പിലോ മറ്റോ ഒക്കെ ഒരു 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്ന് ചെട്ടിനാടും മാത്തൻകുടിയും കാനാട് കാത്തിനുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു പോകത്തക്ക രീതിയിൽ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.